ഹലോ ഗൈസ്, അങ്ങനെ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ അടുത്തൊരു ട്രിപ്പായിട്ട് കാശ്മീരാണ് ഇപ്പോൾ ഉള്ളത്. കാശ്മീരിൽ ശ്രീനഗറിലാണ്. അപ്പം സ്റ്റോറീസും പിന്നെ അതുപോലെ തന്നെ റീലും സംഭവങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇത് ഫസ്റ്റ് ഡേ ഇൻ ശ്രീനഗറാണ്. എൻ്റെ കൂടെ ഉള്ളത് അശ്വന്താണ്. ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കാശ്മീർ കുറേ കാണാനായിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ ഇന്നലെ വൈകിട്ടാണ് വന്നത്. വൈകിട്ട് വന്ന് ഇന്നലെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ഷിക്കാറ ബോട്ട് എടുത്തിട്ട് ദാൽ ലേക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് നമ്മുടെ ഈ ശ്രീനഗർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം കാശ്മീരിലെ കുറേ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇനി അങ്ങോട്ടുള്ള 2-3 ദിവസങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ഷിക്കാറ ലേക്കിലാണ്. നമ്മൾ ഷിക്കാറ ലേക്ക് എടുത്തിട്ട് ഇവിടെ 3-4 വ്യൂ പോയിൻ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ പോയിന്റിലോട്ടൊക്കെ പോകും. പിന്നെ അതുപോലെ തന്നെ മീന ബസാറുണ്ട്. അപ്പോൾ അവിടെ കണ്ടുവരുന്ന ഒരു 1 hour റൈഡാണിത്. നമുക്ക് വന്ന് എത്രയായിരുന്നു പെർ പേഴ്സൺ 500 വെച്ചിട്ടാണ് വന്നത്. ആ ഒരു റേറ്റൊക്കെ ആവും ഇവിടെ. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് പറയാം നമ്മൾ എങ്ങനെ ശ്രീനഗർ എത്തിയെന്നുള്ള ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളതാണ്. എങ്ങനെ വരുന്നത്, നമ്മൾ കുറേ വട്ടം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നൊരു സംഭവമാണ്. ഞാൻ അതിനെക്കുറിച്ച് എന്തായാലും റീൽ ഇട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഹിമസാഗർ എക്സ്പ്രസ് വന്നിട്ട് ഉധംപൂറാണ് ഇറങ്ങിയത്. ഉധംപൂർ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ട്രെയിൻ വഴി നമുക്ക് ശ്രീനഗർ എത്താന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പം ഉധംപൂർ വന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ബനിഹാലിലോട്ട് നമ്മൾ ടാക്സി എടുത്ത്, ടാക്സി പെർ പേഴ്സൺ വരുന്നത് 500 to 600 വേരി ചെയ്ത് വരും. നേരെ നമ്മൾ ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ബനിഹാൽ ടു ശ്രീനഗർ 20 രൂപ വരത്തുള്ളൂ ഒരാൾക്ക്. നമ്മൾ അവിടുന്ന് ട്രെയിൻ എടുത്തിട്ടാണ് ശ്രീനഗർ വന്നത്. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ശ്രീനഗർ സിറ്റിയുടെ ഔട്ട് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഈ ശ്രീനഗർ സിറ്റിയിലോട്ട് ഒരു 10 കിലോമീറ്റർ അടുപ്പിച്ച ഡിസ്റ്റൻസ് ഉണ്ട്. അവിടുന്ന് വീണ്ടും ഒരു നമ്മൾ റിക്ഷയോ അല്ലെങ്കിൽ ടാക്സിയോ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അതൊരു 75 രൂപ 80 രൂപ പെർ പേഴ്സൺ ആവും. അതെടുത്തിട്ടാണ് നമ്മളിവിടെ വന്നത്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ടോട്ടൽ ഇവിടെ എത്തിയതിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ മറ്റേ സോനാമർഗ് പഹൽഗാം അങ്ങോട്ടൊന്നും പോയില്ല. ഫസ്റ്റ് നമ്മൾ രാവിലെ തന്നെ എണീച്ച് നമുക്ക് ഈ ഒരു ശ്രീനഗർ ഏരിയയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്നുള്ള പ്ലാനായിരുന്നു. ഇന്നലെ നമ്മൾ വന്നതിന് ശേഷം കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്തല്ലേ, ഇതിലും ഫുഡല്ലായിരുന്നു, നൈസ് ഫുഡൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ ട്രൈ ചെയ്ത് അപ്പം ഇന്ന് നമ്മളിങ്ങനെ ഒരു ബോട്ട് റൈഡാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബോട്ടൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിലെ പുള്ളിക്കാരൻ തന്നെയാണ് ഇത് കണക്ട് ചെയ്ത് തന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ കണ്ടോ ഇവിടെ ഫുള്ള് സൈഡിലൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ഈ കാണുന്ന സൈഡിൽ കാണുന്ന എല്ലാം കുറേ ഹോട്ടലുകളാണ്. നമ്മൾ അഗോഡയിലും അതിനകത്തൊക്കെ നോക്കാൻ നേരത്ത് കുറേ ബുക്കിങ്ങുകളൊക്കെ ഉണ്ട്, ഹോട്ടലുകളാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ഇവിടെ നിന്ന് അങ്ങോട്ടെന്ന് പറയാൻ കണ്ടത്. ഇതുപോലെ നമ്മളെ കുറേ ആൾക്കാർ ഇങ്ങനെ അപ്രോച്ച് ചെയ്യും, ചായ അതും ഇതൊക്കെ ആയിട്ട്. കൊണ്ട് ഇടിക്കത്തില്ല, പക്ഷേ ചായയൊക്കെ വാങ്ങിയാൽ നല്ല റേറ്റ് ആയിരിക്കും. കണ്ടോ ചായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇമാരെ ഒരു കാവ വാങ്ങാമെന്ന് വിചാരിച്ചു, കാശ്മീരി കാവ. കണ്ടോ 2 പേരുണ്ട്. കണ്ടോ ഒരാൾ ഇവിടെ ഈ ഒരു ഷിക്കാര ബോട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യും. കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഫ്രൂട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. കുറച്ച് കൂടുതൽ പൈസയാണ് ഇതിന്, സത്യം പറഞ്ഞാൽ കാശ് കുറച്ച് കൂടുതലാണ് ഇങ്ങനെ വരുന്നതിന്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ബോട്ട് എടുത്ത് പോയാലും ഈ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, ഫ്രണ്ടിൽ വലിയൊരു മലയും സംഭവങ്ങളൊക്കെ ഉണ്ട്. സൈഡിൽ ഇതെല്ലാം ഹോട്ടലുകളൊക്കെയാണ്. ഇതൊക്കെ ഹൗസ് ബോട്ടുകളാണ്. കണ്ടോ ഈ സൈഡിലെല്ലാം ഇതെല്ലാം ഹോട്ടലുകളാണ്. ഇവിടെയൊക്കെ റേറ്റ് വരുന്നതെന്ന് പറയുമ്പോൾ പെർ പേഴ്സൺ വരുന്നത് ഒരു 1200-1400 രൂപയൊക്കെ വരും. അത്രയും റേറ്റ് ഉണ്ട്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെയൊക്കെ റൂം എടുത്തു കഴിഞ്ഞാൽ. പിന്നെ കണ്ടോ അടുത്ത വേറൊരു ബോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ. ഇതുപോലെ കുറേ സംഭവങ്ങൾ. ഇതൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ നേരെ പോകാൻ പോണത്. ഇങ്ങനെ ഒരു ഇതുണ്ടോ, ഇത് കാശ്മീരി ജ്വല്ലറികളാണ്. പിന്നെ കുറേ ഹുക്ക് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാശ്മീരി ജ്വല്ലറികളൊക്കെ. പിന്നെ ഈ പുള്ളിക്കാരൻ പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് നീന്തി ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ അടുത്തോട്ടാണ്. ഇതാണ് കുറേ പേര് വരുന്നുണ്ട് അല്ലേ, ഒരുപാടുണ്ട്. പക്ഷേ സൈഡിലെ ഈ ഒരു ബോട്ട്, ഈ ഒരു ഹൗസ് ബോട്ടൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. കാരണം അവിടത്തേക്ക് റൂം കാണാൻ അടിപൊളിയായിരിക്കും, കിട്ടുന്ന റൂമായിരിക്കും, നല്ല രസമായിരിക്കും രാത്രി. പിന്നെ തണുപ്പുണ്ടാവും. ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു അല്ലേ, അടിപൊളി ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ടെമ്പറേച്ചറൊക്കെ ആയിരുന്നു. പേഴ്സ് എടുത്ത് വെച്ചോ, ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ രാവിലെ എണീറ്റപ്പോഴും നല്ല ഇതായിരുന്നു. പക്ഷേ റൂം കൊള്ളാവുന്നുണ്ട്, ബെഡ് ഹീറ്റ് ആവുന്നുണ്ട്, നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കണ്ടോ നമ്മൾ നേരത്തെ വാങ്ങിയ കശ്മീരി ടീ ആണിത്, കശ്മീരി കാവയല്ലേ, കശ്മീരി കാവയാണിത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. 50 രൂപ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കൊള്ളാം. ഇങ്ങനെ കാവ എങ്ങനെയുണ്ട്, അടിപൊളി, നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി കാവ. 50 രൂപയായിരുന്നു, പക്ഷേ കൊള്ളാം. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണേ വാങ്ങിയുള്ളൂ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മളിപ്പോൾ എൻ്റർ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ലേക്ക് എന്ന് പറയും. ഗോൾഡൻ ലേക്ക് എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൈഡിലൊക്കെ ഉണ്ടല്ലേ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ടല്ലേ ഇവിടെ. എല്ലാം അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു ഗോൾഡൻ ടച്ചിലാണ് നമ്മുടെ 2 സൈഡിലും ഉണ്ട്. അപ്പം വൈകിട്ടാവാൻ നേരത്ത് ഇവിടെ ഈ ബോട്ടിലെല്ലാം ലൈറ്റിംഗ് ഇടാൻ നേരത്ത് അത് ഈ ലേക്കിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ലേക്കിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ നേരത്ത് ഇതൊരു ഗോൾഡൻ ലേക്ക് പോലെ കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ ലേക്ക് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ നിന്നാണ് വന്നത് കേട്ടോ. ഈ പുള്ളിക്കാരനെ നമ്മളെ കൊണ്ടുപോകുന്നത് ആ ഒരു ഡയറക്ഷനിലാണ് വന്നത്. അപ്പോൾ ഈ സൈഡ് എത്തുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് കണ്ടോ ചുറ്റിനും ഇതുപോലെ ഹൗസ് ബോട്ടുകളാണ്. അപ്പോൾ ഇവരെല്ലാം വൈകിട്ട് ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ഗോൾഡൻ ഇതായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഗോൾഡൻ ലേക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഗോൾഡൻ ലേക്കിൽ കൂടെ നമ്മൾ കാവയൊക്കെ കുടിച്ച്
നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ എത്രയായിരുന്നു ടെമ്പറേച്ചർ? നമ്മൾ നേരത്തെ നോക്കിയത് 4 ടെമ്പറേച്ചർ. അതിൻ്റെ കൂടെ ഈ ഒരു കാവ്യ കുടിക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു. അതുപോലെ നമ്മളെപ്പോലെ പോകുന്ന വേറെ ടൂറിസ്റ്റുകളൊക്കെ അതുകൊണ്ടോ ആ ഭാഗത്ത് കണ്ടോ ഒരുപാട് പേര് ഈ രാവിലെ ടൈമിൽ വരുന്നുണ്ട്. വൈകിട്ടും അടിപൊളിയായിരിക്കും അല്ലേ? വൈകിട്ട് വരുന്നത് നല്ല രസമായിരിക്കും. ഇവിടുത്തെ ഈ ഒരു ഗോൾഡൻ ലേക്കിൻ്റെ ഈ ഒരു ഭംഗിയൊക്കെ കാണണമെങ്കിൽ വൈകിട്ടായിരിക്കും കുറച്ചുകൂടെ അടിപൊളി. നമുക്ക് കാവയൊക്കെ കുടിച്ച് ഈ ഒരു ദാൽ ലേക്കിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു ജൂൺ ഡിസംബർ ആ ഒരു സമയത്ത് വരികയാണെങ്കിൽ ഈ ഒരു ദാൽ ലേക്ക് ഭയങ്കര ഫ്രീസായിട്ടായിരിക്കും കിടക്കുന്നത്. ഫ്രോസൺ ലേക്കായിരിക്കും ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒരു ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. നല്ല തണുത്ത ടെമ്പറേച്ചർ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഫ്രോസൺ ലേക്കൊന്നുമല്ല. ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പുള്ളിക്കാരൻ കണ്ടോ അറഞ്ചും പറഞ്ഞും തുഴഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ നമുക്ക് വിശാലമായിട്ട് ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. കിടന്നങ്ങ് പോവാം. ഇവിടെയും ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാങ് ആയിട്ടൊരു 4-5 പേരൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് റേറ്റ് കുറച്ചും കൂടെ ഒക്കെ അഫോർഡബിൾ ആയിരിക്കും അല്ലേ? 4-5 പേരും കൂടെ ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നൈസായിരിക്കും. ഇപ്പോൾ ഇല്ല ചുറ്റാകളം ഇതൊക്കെ കണ്ടോ, ചുറ്റാകെ മലകളും അതിൻ്റെ നടുക്കോടുള്ള ഇതിലേക്ക് കൂടെ പോകാൻ അടിപൊളി എക്സ്പീരിയൻസാണ്. അങ്ങോട്ടൊക്കെ കണ്ടില്ലേ? അതെന്ന് പറയുന്നത് കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അത് കണക്ക് നമുക്ക് ഫോട്ടോയും സംഭവങ്ങളൊക്കെ എടുത്തു തരും. എല്ലാത്തിനും എക്സ്ട്രാ ചാർജാണ്. ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് നമുക്ക് ഈ ഒരു 3-4 പോയിന്റിലൊക്കെ പോയി പിന്നെ ഇതായിരുന്നു ആ ഒരു മാർക്കറ്റല്ലേ, മീന ബസാർ മാർക്കറ്റിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടേക്ക് ഒന്ന് കയറി അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ടെമ്പറേച്ചറായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഓരോ പുള്ളിക്കാരന്മാർ വരുന്നുണ്ടോ? ഇത് കണ്ടോ ഗൈസ്, ഇവിടെ നമ്മൾ മീന ബസാറിലോട്ട് പോകുന്ന ഒരു റൂട്ടിലാണ്. ഇവിടെ കുറേ കൊച്ചു ഐലൻഡ് പോലത്തെ നമ്മൾ ഈ മൺട്രോ തുരുത്തൊക്കെ പോലെ അങ്ങനത്തെ കുറേ തുരുത്ത് പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ കണ്ടോ. ഒരുപാട് ഇതെല്ലാം ഓരോ ഐലൻഡിൽ ഇങ്ങനെ ഓരോരോ വീടുകളൊക്കെ ആയിട്ടുണ്ട് കണ്ടോ. ഇത് ചുറ്റാകെ ഇതുപോലെ കുറേ ഐലൻഡുകൾ അതിൻ്റെ നടുക്കായിട്ട് ഓരോ വീടുകളൊക്കെ. ഇവിടെ എല്ലാവർക്കും ഓരോ സിംഗിൾ ബോട്ടൊക്കെയാണ്. ഇതുപോലത്തെ ഓരോ ശിക്കാരകളാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ ഓഫീസിൽ പോകണതും പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നതും എല്ലാം ഇതുപോലത്തെ ബോട്ടിൽ പോയിട്ട് ഇതുപോലത്തെ ശിക്കാരയിൽ പോയിട്ട് നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട്, അവിടെ ഇറങ്ങിയിട്ടാണ് അവരൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ പല സ്ഥലങ്ങളിലും ഉള്ള പോലത്തെ ഒരു സെറ്റപ്പാണ്. കണ്ടില്ലേ, ഒരു തുരുത്ത് പോലെ ഇങ്ങനെ കുറേ ഐലൻഡായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മീന ബസാറിൻ്റെ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഷിക്കാര ബോർഡിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ കണ്ടില്ല, ആൾക്കാരൊക്കെ പോകുന്നുണ്ടല്ലോ. എല്ലാ ആൾക്കാരും ഇതുപോലെ അപ്രോച്ച് ചെയ്ത് നമ്മൾ കുറേ കച്ചവടങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ സൈഡിലാണ് കാണുന്നത് ആ ഹൗസ് ബോട്ടുകളൊക്കെ. ഹൗസ് ബോട്ടിൻ്റെയൊക്കെ റേറ്റ് ഞാനിപ്പോൾ തിരക്കിയപ്പോഴത്തേക്ക് പല റേറ്റിൽ വേരി ചെയ്യുന്നുണ്ട്. ഒരു റൂമിനൊക്കെ വരുന്നത് 5000 മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിൻ്റേതായ ലക്ഷറി കാര്യങ്ങളൊക്കെ കാണും. 5000 to 10000 വരെയൊക്കെയുള്ള റൂമുകളുണ്ട്. പെർ ഡേ ആണ് പറയുന്നത്. പെർ ഡേ അത്രയും വരുന്ന റൂമുകളൊക്കെ ഉണ്ട് കണ്ടോ. നമ്മളിപ്പോൾ ആ ഒരു മീന ബസാർ ഏരിയയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ കണ്ടില്ല ഒരു ഐലൻഡ് പോലെ വീടുകളും കച്ചവടങ്ങളൊക്കെ കണ്ടില്ല. ഇവിടെയുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കണ്ടോ. ആൾക്കാരൊക്കെ പോകുന്നത് ഇതുപോലെ ഓരോ ബോട്ടുകളുണ്ട്. ഈ വീടുകൾക്കെല്ലാം ഈ ബോട്ടാണ് അവരുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ മാർഗം എന്ന് പറയുന്നത്. രണ്ട് സൈഡിൽ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഫ്രീസ്. ഈ ഒരു ഡിസംബർ ടൈമിലൊക്കെ ആണെങ്കിൽ ഇതെല്ലാം മൊത്തത്തിൽ ഫ്രീസായിട്ട് കിടക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും കാണാനായിട്ട്. സ്നോഫാളൊക്കെ വരുന്ന സമയങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു സീസണിലല്ല നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആ വക സാധനങ്ങളൊന്നും നമ്മൾ ഈ ഒരു ഭാഗത്ത് എക്സ്പെക്ട് ചെയ്യേണ്ട. സ്നോയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സോനാമർഗ്, ഗുൽമർഗ്, പഹൽഗാം അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഗൈസ്, ഇതാണ് കാശ്മീരിലെ ഫേമസ് ആയിട്ടുള്ള മീന ബസാർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇവിടെ വരാണ് ഈ ഒരു ബസാറുള്ളത്. ഇത് ഈ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ കച്ചവടങ്ങളും സംഭവങ്ങളൊക്കെയാണ്. ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. കണ്ടില്ലേ, ആൾക്കാരെല്ലാം ഇതുപോലെ ബോട്ടിൽ വന്നാണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. എല്ലാം ചീപ്പ് റേറ്റാണ്. ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു ഏരിയയാണ്. 1000 രൂപ മുതൽ 100 രൂപ മുതൽ ഷോള് സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, ഇതെല്ലാം വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ഈ ഒരു മീന ബസാർ എന്ന് പറയുന്നത്. കാരണം അങ്ങോട്ടൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. കൂടുതലും ഇതുപോലെ ഷോൾസും പിന്നെ അതുപോലെ ജാക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളാണ്. പിന്നെ ചെറിയ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സുകളും ഇതുപോലെ ജ്വല്ലറി ഐറ്റംസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടാറുണ്ട്. കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് നമ്മൾ ബോട്ട് വളഞ്ഞ് തിരിച്ച് നമ്മൾ കയറി ആ ഒരു ഭാഗത്തോട്ടാണ് തിരിച്ച് പോകാൻ പോണത്. ഇതുണ്ട് ഫ്ലോട്ടിംഗ് വെജിറ്റബിൾ ഷോപ്പാണ്. എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. ഇവരിങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഷിക്കാര റൈഡ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി. വേണ്ട, ഈ ബോട്ടിലാണ് നമ്മൾ വന്നത്. ഷിക്കാര റൈഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയുണ്ട്. ഇവിടെ ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട്. അടിപൊളി റൈഡാണ്. ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുവന്നത്. കണ്ടോ, ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി തന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. കഴിച്ച് നമ്മളങ്ങനെ സിക്കാര റൈഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ ജാമിയ മസ്ജിദിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഏരിയ പോകുമ്പോൾ അവിടെ ഒരു മട്ടൻ ഹരീസയുടെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തോട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ ജാമിയ മസ്ജിദ് കാണാൻ വേണ്ടി പോകാൻ റൂട്ടില്ല. നമ്മൾ ഇന്നലെയാണ് ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഇന്നലെ വൈകിട്ട് വന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു. അപ്പോൾ വൈകിട്ട് വരുമ്പോഴത്തേക്ക് നല്ല രസമാണ്. ഈ കൂടുതൽ ഈ ഒരു തള്ളുവണ്ടി സെറ്റപ്പിലുള്ള ഫുഡൊക്കെ
ഒരുപാട് കിട്ടും വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക്. ഉണ്ട് ഇവിടെയൊക്കെ ഒരുപാട് ഹോട്ടലുകളും പിന്നെ അതുപോലെ തന്നെ കൂടുതലും ജാക്കറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ ഫുഡിൻ്റെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. കുറേ മലയാളി ഹോട്ടലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ജാമ്യ മസ്ജിദിൻ്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. കണ്ടില്ലേ, പഴയ കാശ്മീരി ബിൽഡിങ്ങുകളൊക്കെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൈഡിലൊക്കെ കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയുടെ കോളുണ്ട്, മഴക്കോളുണ്ട്, ചെറിയ ചാറ്റിലും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വെതറിൻ്റെ ഇതെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇന്നലെ കണ്ടതാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഇവിടെ ചെറിയ മഴയുടെ ചാൻസ് ഉണ്ട്. സോനാമാർഗ് ആ ഭാഗത്തോട്ടൊക്കെ നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ടെന്നാണ് കാണിച്ചത്. ഇവിടെ ചോദിച്ചപ്പോഴും അതാ പറഞ്ഞത്. ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അതിനുള്ള അലേർട്ട് മെസ്സേജൊക്കെ വന്നെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെന്നും അറിയത്തില്ല. അപ്പോൾ കണ്ടില്ലേ, ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഏരിയയാണ്. ആ കാണുന്നത് കണ്ടില്ലേ, പഴയ ബിൽഡിങ്ങുകളാണ്. കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ പഴയ ബിൽഡിങ്ങുകളെല്ലാം കാണാനായിട്ട്. നമ്മൾ ജാമ്യ മസ്ജിദ് ലക്ഷ്യമാക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രാവൊക്കെ പറഞ്ഞുകൊണ്ടില്ലേ, ഇത് അടിപൊളി ഒരു വൈബുണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ. നല്ല സൈഡിലൊക്കെ കണ്ടില്ലേ കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ട്, അതുപോലെ നല്ല തണുപ്പുണ്ട്. ഉണ്ടോ, മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഇനി നല്ല പാടായിരിക്കും. ഈ ബിൽഡിംഗ് എല്ലാം വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയായി. സൂപ്പർ 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 അടിപൊളി അടിപൊളി അടിപൊളി. ജാമ്യ മസ്ജിദിൻ്റെ ആ ഒരു ഏരിയയിലെത്തി. കണ്ടില്ലേ, ഈ ഒരു ഏരിയ ഇതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജാമ്യ മസ്ജിദ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലായിട്ട് പലയിടത്തും പോകുമ്പോഴത്തേക്ക് പല ടൈപ്പ് മസ്ജിദ് കാണുന്നതാണ്. എല്ലാം ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് മസ്ജിദ് എല്ലാം ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ശ്രീനഗറിലുള്ള ഈ ഫേമസ് ആയിട്ടുള്ള ഈ ജാമ്യ മസ്ജിദ് ഉണ്ടോ, ഒരു വെറൈറ്റി ഡിസൈനിലാണ്. കണ്ടു കഴിഞ്ഞാൽ മസ്ജിദ് കാണുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. ആ രീതിക്കുള്ള നല്ല അടിപൊളി ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. എങ്ങനെയുണ്ട് ഈ ഒരു ഏരിയ? കൊള്ളാം. അപ്പം അടിപൊളി ഒരു വൈബാണ്. പിന്നെ മഴയുണ്ട്, അതൊരിച്ചിരി പ്രശ്നമാണ്. ചാറി തുടങ്ങിയിട്ട് കുറേ നേരമായി. മഴ പെയ്ത് കഴിഞ്ഞാൽ ടോട്ടലി നമ്മളെ പ്ലാൻ മൊത്തം തെറ്റും. അപ്പോൾ ഇതാണ് ആ ജാമ്യ മസ്ജിദിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു കോംപ്ലക്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. സൈഡിൽ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറത്ത് ഫുള്ള് മാർക്കറ്റ് പ്ലേസാണ്. ഇതിന് ചുറ്റാകെ ജാമ്യ മസ്ജിദിന് ചുറ്റാകെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. റീൽസിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് കാണാം ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ഇതിനടുത്തായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജാമ്യ മസ്ജിദിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് നമുക്കപ്പുറത്ത് പോയി ഫുഡ് കഴിക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഇതാണ് ജാമ്യ മസ്ജിദിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനടുത്തായിട്ട് തന്നെ ഒരു മട്ടൻ ഹരീസ കിട്ടുന്ന ഒരു ഫേമസ് ഷോപ്പുണ്ട്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല, ഉച്ച ആയതുകൊണ്ട്. എന്നാലും പോയി നോക്കാം. പോയി നോക്കിയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ ജാമ്യ മസ്ജിദിൽ കയറാം, അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിച്ചിട്ട് വരാം. ഇച്ചിരി തണുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഗ്ലൗവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗ്ലൗസൊക്കെ ഉണ്ടോ ഫുൾ ഊരി വെച്ച്. ഗ്ലൗസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുത്തെ പട്ടികളൊക്കെ സൈസ് ഉണ്ടോ? എല്ലാം മിനിമം ഒരു നമ്മളെ സൈസെങ്കിലും ഉണ്ട്. ഒരു ലാബിൻ്റെയൊക്കെ ഒരു വലിയ ലാബർ ഡോഗിൻ്റെയൊക്കെ ഒരു സൈസ് ഉണ്ട് എല്ലാ പട്ടികളും. ഉണ്ടോ, സ്ട്രീറ്റ് ഡോഗുകളാണ് ഇതെല്ലാം. സൈഡിൽ കച്ചവടങ്ങളൊക്കെ ഉണ്ടല്ലേ. അയ്യോ, നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏരിയയാണ് കേട്ടോ ശ്രീനഗർ. ഇതുണ്ട്, ഇതൊരു മട്ടൻ ഹരീസ കിട്ടുന്നൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ സമയം രാവിലെ 9 മണി വരെ കിട്ടത്തുള്ളൂ. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 9 മണി വരെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഇവിടുത്തെ ഈ ഒരു ജാമ്യ മസ്ജിദിന് അടുത്തായിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഓവറായി. നാളെ രാവിലെ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് കഴിക്കാം. വേറെ ഷോപ്പുകളുണ്ടല്ലേ? पास में कोई अदर शॉप है? हाँ, दूसरी शॉप है, मैं आपको दिखाऊंगा। खा सकते कोई शॉप का नाम आपको? नहीं, वहाँ पर आप किसी को भी बोलो कि हरीसा हमको खाना है, वो आपको ले जाएगा वहाँ। अब दूसरी बात है, यहाँ पर एक और शॉप है, हो सकता है कि अगर उसमें कोई ये फॉर्चुनेट हुआ तो उसके पास इधर होगी। इसका रेट कितने है? ये नियर अबाउट 1000 से लेकर 1200 तक केजी मिलता है। केजी एक प्लेट को भी कितना मिलेगा? एक केजी 100, 150, 200 तक का मिलता है। जो जैसे आपको ये है वो है। आइए। അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ജാമ്യ മസ്ജിദിൻ്റെ അകം ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുറത്തോടല്ലേ വന്ന് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനാണ് നമ്മളെ സഹായിച്ചത്. കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. ഈ മട്ടൻ ഹരീസയിൽ ബീഫ് ആഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ അങ്ങനെ പറ്റിക്കപ്പെടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോണമെന്നുള്ളത് ഈ പുള്ളിക്കാരൻ്റെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. ഉണ്ട് 2 പിള്ളേർ ആ പുള്ളിക്കാരൻ്റെ മക്കളാണ്. അപ്പം ഇതാണ് ജമായി മസ്ജിദ് എന്ന് പറയുന്നത്. കണ്ടില്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവുക. ഇവിടെ നമ്മൾ കയറുമ്പോഴത്തേക്ക് ചെരുപ്പ് വരണം. ചെരുപ്പ് നമ്മൾ കൈ പിടിച്ചിരുന്ന അത്രയും സേഫ്റ്റി എന്നാണ് ഇവിടെ ഇരിക്കുന്ന പുള്ളിക്കാരൻ തന്നെ പറഞ്ഞാൽ അതിൽ എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ ഇതിനുള്ളിൽ കയറാം. ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ജമായി മസ്ജിദ് ഇത് ബിൽഡ് ചെയ്തത് 1394 ഇവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബ്രിക്ക് വിട്ടും ഇതിനകത്ത് എത്ര പില്ലറുണ്ടെന്നും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്ററി കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിക്കിപീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ടില്ലേ, എൻട്രി കയറി വരുമ്പോഴത്തേക്കാണ് ഇവിടെ ഒരു വലിയൊരു ഡോറാണ് ഇവിടെ ഉള്ളത് കണ്ടോ. നല്ല തണുപ്പുണ്ട് ഇപ്പം. ഇതിനുള്ളിലും കൂടെ കയറിയപ്പോഴത്തേക്ക് കണ്ടോ, എല്ലാം വുഡൻ പില്ലേഴ്സൊക്കെയാണ് ഇതിനകത്തുള്ളത്. കണ്ടില്ലേ, ഇതിൻ്റെ അകഭാഗമൊക്കെ കണ്ടോ. ഇവിടെ നേരെ നടന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മസ്ജിദിൻ്റെ ഒരു ഫീൽ ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ അകത്ത് കയറുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഇതാണ് ഈ ഒരു മസ്ജിദിൻ്റെ അകത്തുള്ളൊരു കോർട്ട്യാർഡ് സ്പേസ്, ഒരു ഗാർഡൻ സ്പേസ് ആണ് കണ്ടോ.
ഇത് നമ്മൾ പഴയ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന സ്കൂളൊക്കെ ഇല്ലേ അല്ലേ, സ്കൂള് കോളേജൊക്കെ പോയിരിക്കുന്നത് അല്ലേ. ഒരുപാട് പ്രാവുകളൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടോ, ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. കണ്ടോ മിനാരം കണക്കൊക്കെ കണ്ടോ മണ്ണ് വെച്ചേക്കുന്നത്. ഇതുപോലത്തെ 4 ഉണ്ട് കണ്ടോ ഇവിടെ, ഇതുകൊണ്ട് ആ ഭാഗത്ത്, ഈ ഭാഗത്ത്, പിന്നെ നമ്മൾ ഈ കയറി ഈ ഒരു ഭാഗത്തും കൂടെ ഉണ്ട്. അതുപോലെ ഫുള്ള് ബ്രിക്ക് വാളിൽ ചെയ്തേക്കുന്നത് കണ്ടോ. വലിയ തിരക്കൊന്നുമില്ല, ഈ നേരത്തെ ആരും ഇല്ലെന്ന്. വൈകിട്ട് നിസ്കരിക്കാനൊക്കെ ആൾ വരുമെന്ന് തോന്നുന്നു. അവിടെ നിസ്കാരം മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഗൈസ് ഇങ്ങനെ ജാമ്യ മസ്ജിദ് കണ്ടിട്ട് നമ്മൾ ഇറങ്ങി കണ്ടോ. ഇവിടുന്ന് അകത്തോട്ടുള്ള ഒരു വ്യൂ തന്നെ കണ്ടില്ലേ, കണ്ടിട്ടും മതിയാവുന്നില്ല. ഇതിനകത്ത് അറ്റ് എ ടൈം 1,00,000 പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിന് നമ്മളെ നടുക്കൊരു കോർട്ടിയേഡ് ഉണ്ട്, അതിൻ്റെ ചുറ്റാകെ നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. കുറച്ച് ലേഡീസിന് വേണ്ടിയിട്ടുള്ളതും ബാക്കി മെൻസിന് വേണ്ടിയിട്ടുള്ള ആ രീതിക്കാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇപ്പോൾ അടുത്ത മാസം തൊട്ട് മറ്റേ ഇത് ആരംഭിക്കുമല്ലേ, ഈ എന്താ പറയുന്നത്, റംസാൻ ആരംഭിക്കുമല്ലേ. റംസാൻ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഈ മാറാല അടിക്കുക, മറ്റേ ഈ ചെലന്തി വല അങ്ങനത്തെ എല്ലാം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ലൈറ്റിംഗ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുക ഇതിനകത്ത്. അടുത്ത മാസമൊക്കെ ഈ റംസാൻ ആയത് കാരണം 1,00,000 പേരൊക്കെയാണ് ഇവിടെ നിസ്കരിക്കാൻ പറ്റുന്നത് അറ്റ് എ ടൈം. അത്രയും ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു തന്നെ. അപ്പോൾ നാം കേ मोहम्मद यूनुस. മുഹമ്മദ് യൂനസ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സഹായവും പുള്ളിക്കാരൻ ചെയ്തു തരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെയൊക്കെ കൊണ്ടു നടന്ന് പുള്ളിക്കാരെല്ലാം എല്ലാം കാണിച്ചൊക്കെ തന്ന്. അപ്പം ഇതാണ് ആ ഒരു ജമാ മസ്ജിദ് എന്ന് പറയുന്നത്, കണ്ടില്ലേ. ബൈക്ക് റൈഡൊക്കെ ചെയ്ത് അടുത്ത സ്ഥലത്തെത്തി. പുള്ളിക്കാരൻ്റെ കൂടെ ട്രിപ്പിൾ അടിച്ചിങ് വന്ന് കണ്ടോ. ഇവിടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ട്, പട്ടികളുടെയൊക്കെ സൈസും ഉണ്ട്. കൂടെ കയറി വരുമോ, പ്രാവുകളുണ്ട്. എന്തോരോ നോക്കി, അടിപൊളി. അയ്യോ, നമ്മൾ ഇത് കയറി മേലോട്ട് പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്തോരുന്ന് പറഞ്ഞേ, പേരെന്തോ പറഞ്ഞായിരുന്നു, മറന്നുപോയി. കുറേ ഉള്ളുണ്ട്, ഓർത്തില്ല. വലിയതോ സ്ഥലത്താണ്, അത് മാത്രമേ അറിയാവൂ. അകത്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ സ്റ്റെപ്പ് കയറി വേണം മേലോട്ട് പോകാനായിട്ട്. സൈഡിലെ ഷോപ്പുകളൊക്കെ ഉണ്ടോ, ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഭംഗിയും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര നീറ്റ്നെസ്. इसका नाम क्या है? मखदूम साहब, द मोस्ट क्या बोलते हैं इसको, ब्यूटीफुल श्राइन ഓഫ് ശ്രീനഗർ സിറ്റി. ഓക്കെ, ഇതിനകത്തുള്ളൊരു വലിയ ഷ്രൈൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, കുറേ സ്റ്റെപ്പ് കയറി വേണം പോകാനായിട്ട്. സൈഡിൽ കടകളൊക്കെ ഉണ്ട്. ചെറിയ പളനിയാണ് തോന്നുന്നു. വിശക്കുന്നു. ഇതും കൂടെ കണ്ടിറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിക്കണം. ലേറ്റായി. മഴക്കോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു ഇരുൾച്ചയുണ്ട്. അതുകൊണ്ട് ക്യാമറയിലൊക്കെ ക്വാളിറ്റിയൊക്കെ ഭയങ്കര കുറവായിരിക്കും, ഡള്ളായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മേളിലെത്തി. ഇവിടുന്ന് കണ്ടോ കേബിൾ കാറൊക്കെ ഉണ്ട്, കേബിൾ കാറൊക്കെ ഉണ്ടോ താഴോട്ട്. ഇവിടുന്ന് മൊത്തം കാണുന്നത് ഈ ഒരു ശ്രീനഗർ സിറ്റിയുടെ ഒരു വ്യൂ ആണ്. ഫുൾ ശ്രീനഗർ സിറ്റി നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്നാൽ കാണാൻ പറ്റും. ഇതുണ്ടോ, അവിടെയാണ് ആ ഒരു സൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാം, കുഴപ്പമില്ല. വീഡിയോഗ്രാഫിയൊക്കെ അലൗഡാണ്. എങ്കിലും അതൊരു റിലീജിയസ് ആയിട്ടുള്ള പ്ലേസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ട് എടുക്കാതിരുന്നതാണ്. അതിനകത്ത് എടുക്കുന്നതിലെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ മേളിൽ, തൊട്ട് മേളിൽ കാണുന്നത് പറഞ്ഞാൽ അക്ബർ നിർമ്മിച്ച ഒരു ടോംബാണ്. അക്ബറിൻ്റെ അല്ല, അക്ബർ നിർമ്മിച്ച ഒരു ടോംബാണ് അതിൻ്റെ മേളിൽ കാണുന്നത്. കണ്ടോ, ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ പറക്കുന്നുണ്ടോ അവിടെ. അയ്യോ, ഇത് നല്ലൊരു ഹൈറ്റിലായിരിക്കുന്നത്. ഇവിടുന്ന് ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. കണ്ടോ, അടിപൊളി വ്യൂ ഉണ്ട്. ഫുള്ള് പ്രാവൊക്കെ ആയിട്ട് കണ്ടില്ലേ. ശ്രീനഗർ സിറ്റി ഫുള്ള് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടെ വന്നിരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട് കണ്ടോ. അതിലിപ്പോൾ വെള്ളമില്ല, പക്ഷേ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട് കണ്ടോ. നമ്മളങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് ആ ടോംബൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി. മഴ കുറച്ച് കൂടി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പം ചെറിയ സ്നോഫാളൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞ്. നമ്മുടെ കൂടെ വന്ന ആ യൂസഫ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ, യൂനസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പോയി. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു സത്യം പറഞ്ഞല്ലേ. അല്ലടാ, എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ? നൈസായിരുന്നു. ഇവൻ ഉണ്ടല്ലോ, ഇവൻ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഇവൻ ഓക്കെ ബൈ അങ്ങനെ പോയി. ആ പുള്ളിക്കാരൻ ഇപ്പം അങ്ങോട്ട് പോയത്. നല്ലൊരു മനുഷ്യനായിരുന്നു ഉള്ള പറയണമല്ല. പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ കൊണ്ടുവരുന്ന ഇവിടെ എല്ലാം കാണിച്ച് ബാക്കി സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കാന്നുണ്ടെന്നപ്പോൾ വീട്ടിൽ നിന്ന് വിളി തന്ന് പുള്ളിക്കാരൻ്റെ അളിയനോ എന്തോ വന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ധൃതിക്ക് പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. നമ്പരൊക്കെ തന്ന് ഇനി വരുവാണെന്നെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലേ. നല്ലൊരു മനുഷ്യനായി സത്യം പറഞ്ഞാൽ ദൈവദൂതനെ പോലെ വന്നു. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ മൊത്തം കണ്ട്. മഴയുടെ പ്രശ്നം നല്ല രീതിക്കുണ്ട്, ഇവിടെ ചാറിക്കൊണ്ട് നിൽക്കുക. അപ്പം പുള്ളിക്കാരനെ സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് റൂമിലോട്ട് പോകണമായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. കാരണം പെട്ടെന്നൊക്കെ ചിലപ്പം മഴ കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്, പെട്ടുപോകുമെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ സമയം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റൂമിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ രാവിലെ ഇങ്ങോട്ട് നടന്നു വന്ന റോഡാണിത്. ഇവിടെയും ഒരു മസ്ജിദൊക്കെ ഉണ്ട്. ഇവിടുത്തെ മസ്ജിദെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ നോർമലി കാണുന്ന ഒരു രീതിയിലേ അല്ല, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ വലിയ തിരക്കൊന്നുമില്ല. നമ്മളിന്ന് പോയപ്പോഴത്തേക്ക് വലിയ തിരക്കൊന്നുമില്ല. കൂടുതലായിട്ടും ആൾക്കാർ ഇവിടെ വന്നിട്ട് പോകുന്നത് സോനാമർഗ്, ഗുൽമർഗ് ആ ഒരു ഭാഗത്തോട്ടൊക്കെയാണ്. ഇവിടെ കൂടുതലും കാണുന്നതിന് കൂടുതലായിട്ട് അങ്ങോട്ട് പോയി മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോണത്. അപ്പോൾ
അപ്പോൾ അവിടോട്ടൊക്കെ നമ്മൾ നാളെയാണ് പോകണം. നമ്മൾ നാളെ റെൻറ്റിന് വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ ബസ് അവൈലബിൾ ആണ്. ഇത് ശ്രീനഗർ സിറ്റി ബസ്സാണ്, സ്മാർട്ട് സിറ്റി ബസ്സാണ്. നമ്മൾ മുമ്പ് ഗുജറാത്തിലും ഇവിടെയൊക്കെ പോയപ്പോഴത്തേക്ക് ഇതുപോലത്തെ ഡൽഹിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ബസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്പർ നോക്കി നമുക്ക് ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെ പോവാം. കണ്ടില്ലേ, ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. ഇത് പ്രൈവറ്റ് ബസ്സാണ്, ഗവൺമെൻറ് ബസ്സൊക്കെ അവൈലബിൾ ആണ്. വലിയ തിരക്കൊന്നുമില്ല ഇപ്പം. കാരണം ഇവിടെ സിറ്റിയിൽ തിരക്കില്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ സ്നോ ഒക്കെ കാണാൻ വേണ്ടി ടാക്സിയും വിളിച്ച് അങ്ങോട്ട് പോയിക്കുന്നതുകൊണ്ടാണ് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. അത് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഫുള്ള് മലയാളികളാണ്. നമ്മളിന്ന് വന്നപ്പോൾ എത്ര മലയാളികളായിരുന്നു അല്ലേ. ഇന്നലെ വൈകിട്ട് ഫുഡ് കഴിക്കാൻ പോയപ്പം ഫുള്ള് മലയാളികൾ, എല്ലാ മലയാളികൾ. സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെ തോന്നി. എല്ലായിടത്തും കണ്ടതെല്ലാം മലയാളികളായിരുന്നു. രാവിലെ നമ്മളങ്ങനെ ആരെയും കണ്ടില്ല. അപ്പോൾ തണുപ്പ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ മഴ ചെറുതായിട്ട് കൂടുന്നുണ്ട്. നമുക്ക് നേരെ റൂമിന് അങ്ങോട്ട് നടക്കാം. ഏകദേശം ഇങ്ങനെ തിരിച്ച് നടന്ന് നമ്മൾ റൂമിലെത്തി. 4 മണിയായി, സമയം 4-4:30 ഈ മഴയുടെ കോളിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. തിരിച്ച് റൂമിലെത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നമ്മൾ ശ്രീനഗറിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടത്. നാളെ നമ്മൾ കാണാൻ പോണത് ഒന്നുകിൽ സോനാമർഗ് അല്ലെങ്കിൽ ഗുൽമർഗ് എവിടെയെങ്കിലും ആയിരിക്കും. നമ്മൾ ബൈക്ക് റെൻറ്റിൻ്റെ അടുത്ത് പോകാനുള്ളൊരു പരിപാടിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.